അങ്ങനെ ഗൈസ് 1% ചാപ്റ്ററുള്ള 1189ന്റെ ബ്രീഫ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് കിട്ടിയിട്ടുണ്ട്. സോ ബ്രീഫ് ആയിട്ടുള്ള സ്പോയിലേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോസിനെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഗൈസ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ ലൂഫിനെ ചുമ്മാ കമ്പി കുത്തി കയറ്റുന്ന പോലെ നമ്മുടെ ഇമു കുത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. സോ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള സ്പോയിലേഴ്സ് നമുക്കിത് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് കിട്ടാൻ പോകുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അതേപോലെ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ആണ് കേട്ടോ. അതായത് 1189 ചാപ്റ്ററിന് ശേഷം ബ്രേക്ക് ആയിരിക്കും. സോ ഈ ചാപ്റ്ററിന്റെ പേര് ദ കിങ് ഓഫ് ദി വേൾഡ് എന്നാണ്. കവർ പേജിൻ്റെ അകത്ത് നമ്മുടെ ലൂഫിനെ, സോറനെ, സാഞ്ചിനെ നാമി വഴക്ക് പറയുമായിരുന്നു. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഇമു വീണ്ടും ഒരു വെപ്പണിനെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേര് സീ ഗോഡ് സോഡ് എന്നാണ്. ആൻഡ് അത് യൂസ് ചെയ്ത് നമ്മുടെ ലൂഫിനെ വീണ്ടും കുത്തി ഒന്നാമതൊരു കുത്തി കിട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും കുത്തിയിട്ടുണ്ട്. ആൻഡ് അതിലുപരി ആ രണ്ട് സോഡും കൊണ്ട് ഒരു മരത്തിലേക്ക് നമ്മുടെ ലൂഫിനെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഉസോപ്പിന് കാര്യം മനസ്സിലായി, ലൈക്ക് ലൂഫിക്ക് എന്തോ അപകടം സംഭവിച്ചെന്ന്. ഇതേ സമയം ഗുംഗോൾ ഐസ് കംപ്ലീറ്റ്ലി മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ബോധം തിരിച്ചു കിട്ടില്ല. ഇതേ സമയത്താണ് ലോക്കിക്ക് ഒരു ഓർമ്മ ഉണ്ടാകുന്നത്. ഷാങ്ക്സോട്ട് സംസാരിച്ചെന്ന് അവരുടെ ഹാറിൽ മരിച്ച ദിവസം ഷാങ്ക്സ് വ്യക്തമായി തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു യുദ്ധത്തിനെ പറ്റി. ആൻഡ് ആ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തിലെ യഥാർത്ഥ എനിമി എന്ന് പറയുന്നത് ദ കിങ് ഓഫ് ദി വേൾഡ് ആയിരിക്കുമെന്ന്. ഈ ടൈമിൽ തന്നെയാണ് നമ്മുടെ ഇമു ഷോമൈസിന് ഒരു വെപ്പൺ കൊടുക്കുന്നത്. അത് സോർഡ് ഓഫ് റാത്ത് ആണ്. അത് സോറായിട്ട് ഫൈറ്റ് ചെയ്യാനാണ്. അതേപോലെ കിലിംഗത്തിനും ഒരു വെപ്പൺ കൊടുക്കുന്നുണ്ട്. അത് സ്പിയർ ഓഫ് ഹോളി കമാൻഡ് ആണ്. അത് സാഞ്ചിയായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടാണ്. ആൻഡ് ഈ എല്ലാ വെപ്പൺസും 800 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ 19 കിങ്സ് ഉണ്ടല്ലോ, അവരുടെ വെപ്പൺസ് ആണ് ഇപ്പോൾ ഈ മൂവർക്ക് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ചാപ്റ്ററിന്റെ അവസാനത്തേക്ക് നമ്മുടെ ഇമു വീണ്ടും മറ്റൊരു ആക്സ് കൊണ്ട് നമ്മുടെ ലൂഫിനെ കൊല്ലാൻ പോകാൻ നിർത്ത് ഗവൻ അവിടേക്ക് അപ്പിയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഇമുന്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ് ഇത് വളരെ ചെറിയ സ്പോയിലേഴ്സ് ആണ്, ഡീറ്റെയിൽ ഉള്ള ഒന്നും തന്നെ ഇല്ല, ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രമാണ്. സോ ഇത് വെച്ചുകൊണ്ട് ചാപ്റ്ററിനെ ജഡ്ജ് ചെയ്യല്ലേ, ചാപ്റ്റർ വരെ നടത്തും ഇതിലും പീക്കായിരിക്കും.